വെൽക്കം ബാക്ക് ടു അതർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിലേക്ക് വരുന്നവർക്കുള്ള വിസ ഓൾറെഡി ഡിസ്റ്റേഴ്സ് ആക്കി നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം എന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്ക് സ്ക്രീൻ ഷെയറിംഗ് വഴി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ 2 വിസ ഓഫീസിലാണ് ഡിജിറ്റലൈസേഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബാംഗ്ലൂരും ഒന്ന് കൊൽക്കട്ടയും. പുതിയ ഡിജിറ്റലൈസേഷൻ പ്രോസസ് അനുസരിച്ച് വിസ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയും അത് വെരിഫൈ ആയി കിട്ടുകയും വേണം. നമുക്കിനി സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഡിജിറ്റൽ ഡിപ്ലോ.de എന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിന്റെ തൊട്ട് താഴെ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം എന്നതിന്റെ റിക്വയർമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ കൺട്രി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇന്ത്യ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏതൊക്കെ വിസ ഓഫീസിലാണ് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ബാംഗ്ലൂറും കൊൽക്കട്ടയാണ് അവൈലബിൾ ആയിട്ടുള്ള അറ്റ് പ്രസന്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ ആണ് ഓൺലൈൻ വഴി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യേണ്ട ഒരു കൺസെന്റ് കാണിക്കും. അതിൽ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അവിടെ നമ്മൾ ഇമെയിൽ ടൈപ്പ് ചെയ്യുക, പിന്നെ വീണ്ടും ഇമെയിൽ റീ എൻറ്റർ ചെയ്യുക, പിന്നെ ഒരു പാസ്വേഡും കൂടെ സെറ്റ് ചെയ്യുക. പിന്നെ അതേ പാസ്വേഡ് വീണ്ടും റീ എൻറ്റർ ചെയ്യുക. എന്നിട്ട് കൺസേൺ ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ കൺഫർമേഷൻ മെയിൽ വരും. അത് മെയിൽ ഐ ഡിയിൽ പോയിട്ട് കൺഫേം ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മളെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാൻ നോക്കുക. ലോഗിൻ ചെയ്യുമ്പോൾ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ കാണിക്കും. അപ്പൊ നമ്മളുടെ മെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് കൺഫർമേഷൻ കോഡ് കൊടുക്കുക. മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, സെക്കൻഡറി മെയിൽ ഐ ഡി വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എറർ കാണിക്കും. സെൻഡ് കൺഫർമേഷൻ കോഡ് കൊടുക്കുമ്പോൾ മെയിലിൽ ഒരു കോഡ് വരും. എന്നിട്ട് ആ കോഡ് ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് എന്തൊക്കെയാന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ അത് വായിക്കാം, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് അപ്ലൈ നൗ കൊടുക്കാം. അപ്ലൈ നൗ കൊടുക്കുമ്പോഴത്തേക്ക് കൗണ്ട് പോയിന്റ്സ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ പോകുമ്പോഴത്തേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയെ കുറിച്ചുള്ള ഓവർവ്യൂ കാണാം. എന്നിട്ട് കുറച്ച് താഴെ പോകുമ്പോഴത്തേക്കും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഓവർവ്യൂ കാണാം. അവിടെ നമ്മളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഐ ഹാവ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് ചൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാറ്റസ് ഓഫ് യുവർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നോക്കേണ്ടത്. നമ്മളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആണോ അല്ലേ എന്നതാണ് ഇവിടെ നോക്കേണ്ടത്. ഞാൻ ഇവിടെ റെക്കഗ്നൈസ്ഡ് ആണ് എന്നതാണ് ചൂസ് ചെയ്യുന്നത്. ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ജീവിത ചെലവ് നമ്മൾ എങ്ങനെ എടുക്കും എന്നതിനെ കുറിച്ചാണ് അടുത്ത സെക്ഷൻ. ഒന്നീ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കുക, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് കാണിക്കുക. പിന്നെ ക്യാൻ യു ഏൺ എ ലിവിംഗ് ഇൻ ജർമ്മനി ചോദിക്കുമ്പോൾ യെസ് കൊടുക്കുക. ഇനി പാർട്ട്ണറുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ പാർട്ട്ണറിന് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആസ് എ സ്കിൽഡ് വർക്കർ എന്ന് കാണിക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്യുപ്പേഷൻ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുമ്പം ഡീറ്റെയിൽസ് സേവ്ഡ് എന്ന് മുകളിൽ കാണിക്കും ഗ്രീൻ കളറിൽ. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി കോൺടാക്ട് ഡേറ്റ സെക്ഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. കറന്റ് നമ്മൾ താമസിക്കുന്ന ഹോം അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. പോസ്റ്റൽ കോഡ് ഏതാണ്, കൺട്രി ഏതാണ്, ടൗൺ ഓർ സിറ്റി, ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത്, ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ മൊബൈൽ നമ്പറും കൂടെ ടൈപ്പ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും ബാക്ക് ടു ഓവർവ്യൂയിലേക്ക് പോയിട്ട് ഐഡന്റിഫിക്കേഷൻ പേപ്പർ സെക്ഷനിലേക്ക് കയറുക. അവിടെ ഗോ ടു ഫോം സെക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക.
ട്രാവൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഞാൻ ഇവിടെ ഓർഡിനറി പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ട്രാവൽ ഡോക്യുമെന്റ് നമ്പർ, പാസ്പോർട്ട് നമ്പറാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ഏതാണോ ട്രാവൽ ഡോക്യുമെന്റ് ചൂസ് ചെയ്യുന്നത് അതിന്റെ നമ്പർ വേണം അവിടെ കൊടുക്കാൻ. പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കുക, ഇഷ്യൂയിങ് സ്റ്റേറ്റ് കൊടുക്കുക, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് പാസ്പോർട്ട്. പിന്നെ വാലിഡ് അൻറ്റിൽ ഡേറ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. മേളിൽ റൈറ്റ് സൈഡിൽ ഡീറ്റെയിൽസ് സേവ്ഡ് എന്ന് ഗ്രീൻ കളറിൽ കാണിക്കും. എന്നിട്ട് വീണ്ടും ബാക്ക് ടു ഓവർവ്യൂ പോയിട്ട് ട്രാവൽ ഡേറ്റ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഗോ ടു ദ ഫോം സെക്ഷൻ എന്ന ഓപ്ഷൻ കാണും, അതിൽ പോവുക. ഇവിടെ ട്രാവൽ ഡേറ്റ ആൻഡ് പർപ്പസ് എന്ന് കാണിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ട്രാവൽ ചെയ്യുന്ന പർപ്പസ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിപ്പോ ഇവിടെ എംപ്ലോയ്മെന്റ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഇന്റന്റഡ് ഡേറ്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്നാണോ ജർമ്മനിക്ക് വരുന്നത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക. നമ്മൾ 12 മന്ത്സിന് കൂടുതൽ ജർമ്മനിയിൽ സ്റ്റേ ചെയ്യൂല എന്നതിന്റെ കൺസേൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് എസ് കൊടുക്കുക. പിന്നെ ഇവിടെ ടു ഡേറ്റിൽ 12 മന്ത്സിന് മുമ്പുള്ള ഒരു ഡേറ്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഫ്രം ഈ കൊടുത്ത ഡേറ്റും ടു ഈ കൊടുക്കാൻ പോകുന്ന ഡേറ്റും വെച്ച് നോക്കുമ്പോൾ ഈ 12 മാസം മുൻപുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പൊ മുകളിൽ പഴയ പോലെ ഡീറ്റെയിൽ സേവ്ഡ് എന്ന് കാണിക്കും. എന്നിട്ട് റെഫറൻസ് എന്ന സെക്ഷനിൽ പോകുമ്പോൾ നേരത്തെ കാണിച്ച പോലെ ഗോ ടു ഫോം സെക്ഷൻ എന്ന് വരും. അവിടെ പോകുമ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ടൈപ്പ് ഓഫ് റെഫറൻസിൽ ഞാൻ ഇവിടെ റെഫറൻസ് പേഴ്സൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്രസ്സൊക്കെ നമ്മൾ താഴെ കൊടുക്കേണ്ടതായിട്ട് വരും. ആ പേഴ്സൺ പർട്ടിക്കുലർലി ജർമ്മനി താമസിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അവരുടെ ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, പോസ്റ്റൽ കോഡ്, ടൗൺ ഓർ സിറ്റി എവിടെയാണ് അവർ താമസിക്കുന്നത് ഇതൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. റെഫറൻസ് പേഴ്സൺ ജർമ്മനിയിലുള്ള ആളായതുകൊണ്ട് ജർമ്മനി തന്നെ കൺട്രി കൊടുക്കാൻ നോക്കുക. പിന്നെ ടെലിഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ട് സേവ് കൊടുക്കുക. അപ്പൊ പഴയതുപോലെ ഡീറ്റെയിൽ സേവ്ഡ് എന്ന് മോൾഡ് കാണിക്കും. ഇനി മീൻസ് ഓഫ് സപ്പോർട്ട് ആൻഡ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് സ്റ്റേ എന്ന സെക്ഷനിൽ പോവുക. അവിടെ പോകുമ്പോൾ സെയിം ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ട് കാണിക്കും. ഇവിടെ ഡിക്ലറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് ബീൻ കംപ്ലീറ്റഡ് എന്ന് ചോദിക്കും. അപ്പൊ യെസ് ബൈ ദ റെഫറൻസ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. കാരണം ഓൾറെഡി ഞാൻ അവിടെ റെഫറൻസ് പേഴ്സൺ എന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യെസ് ബൈ ദ റെഫറൻസ് എന്ന് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ റെഫറൻസ് വഴി വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മണി കാണിച്ച് വരികയാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക. പിന്നെ ഇവിടെ പോസ്റ്റൽ കോഡ്, ടൗൺ ഓർ സിറ്റി അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എവിടെയാണോ തങ്ങാൻ ഉദ്ദേശിക്കുന്ന അപ്പാർട്ട്മെന്റ് ഓർ സിംഗിൾ റൂം അതൊന്ന് എവിടെയാണെന്നുള്ളത് നോക്കുക. നമ്മുടെ നാട്ടിലെ PR ജർമ്മനിക്ക് പുറത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ യെസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ യെസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ജർമ്മനി താമസിച്ചിട്ടുണ്ടോ എന്നതാണ് അവിടെ ചോദിക്കുന്നത് പ്രീവിയസ് ഡേ. അപ്പൊ ഞാൻ അവിടെ നോ ഇല്ലാത്തത് കൊണ്ടൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ വരുന്ന ഡിക്ലറേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ അങ്ങനത്തെ കുറെ ചോദ്യമാണ്. അപ്പൊ അതിനെല്ലാത്തിനും നോ കൊടുക്കുക. ഇവിടെ ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുക്കുമ്പോൾ ആസ് യൂഷ്വൽ പഴയതുപോലെ തന്നെ മുകളില് ഡീറ്റെയിൽസ് സേവ് എന്ന് വരും ഗ്രീൻ കളറില്. ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ബാക്ക് ടു ഓവർവ്യൂ അഗൈൻ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് കാണിക്കും. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ അപ്ലോഡഡ് ആയി. ഇനി ഡോക്യുമെന്റ് സെക്ഷനിലാണ് നമ്മൾ പോവേണ്ടത്. അവിടെയും ഇതേപോലെ 5 സെക്ഷൻ ഉണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്യുമെന്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പാസ്പോർട്ടിന്റെ സെക്ഷനിൽ പോയിട്ട് നമ്മൾ അവിടെ നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക. പിന്നെ തൊട്ട് താഴെ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോയിട്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അടുത്തതായിട്ട് റെക്കഗ്നേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്ന ഓപ്ഷനിൽ പോവുക. നമ്മളെ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് റെക്കഗ്നേഷൻ ഉണ്ട് എന്ന ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അനാബിൻ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റിക്ക് H+ സ്റ്റേറ്റസ് ഉണ്ടെന്നുള്ള ഡോക്യുമെന്റ് ആണ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിക്ക് ജർമ്മനിൽ റെക്കഗ്നേഷൻ ഉണ്ടോ എന്ന ഡോക്യുമെന്റ് ആണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെയും അനാബിൻ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റിക്ക് H+ സ്റ്റേറ്റസ് ഉണ്ടെന്നുള്ള ഡോക്യുമെന്റ് വേണം അപ്ലോഡ് ചെയ്യാൻ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് സെക്യൂർ ലൈവ്ലിഹുഡ് ആണ്. എന്ന് വെച്ചാൽ ജർമ്മനി വന്നിട്ട് നമ്മൾ സ്വയം ചെലവ് നമ്മൾ എങ്ങനെ വഹിക്കും എന്നതിന്റെ ഡോക്യുമെന്റ് വേണം ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ.
അത് ഒന്നി ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ഡോക്യുമെന്റ്സോ അഥവാ ഡിക്ലറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റിന്റെ ഡോക്യുമെന്റ്സോ വേണം സബ്മിറ്റ് ചെയ്യാൻ. ഇത് കഴിയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇവിടെ അപ്ലോഡഡ് ആയെന്ന് കാണിക്കും. എന്നിട്ട് ഹോം പേജ് വിസ ആപ്ലിക്കേഷനിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ ഹോം പേജിലേക്ക് പോകുമ്പം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സും ആപ്ലിക്കേഷനും ഇവിടെ കാണിക്കും. 6 ആപ്ലിക്കേഷനും 5 ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണിക്കും സക്സസ്ഫുള്ളി. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പം സർവീസ് പ്രൊവൈഡറിന്റെ ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ കുറച്ച് താഴെ വരുമ്പം സർവീസ് പ്രൊവൈഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നമ്മൾ അകത്ത് വരുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻ കാണിക്കും, VSC ബാംഗ്ലൂറും VSC കൊച്ചിനും. ഞാനിപ്പോൾ VSC ബാംഗ്ലൂറാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ ഇവിടെ കാണിക്കും. അതിൽ വിസ ഫീസ് അല്ലാതെ ഒരു സർവീസ് ചാർജ് കൂടെ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് കാണിക്കും. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ സർവീസ് പ്രൊവൈഡർ ലിങ്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണിക്കും. അതങ്ങ് ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് സർവീസ് ഫീ പേയ്മെന്റ് ഫോർ നാഷണൽ വിസാസ് എന്നൊരു പേജിലേക്കാണ് പോകുന്നത്. ആ പേജിൽ നിന്ന് ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഡോക്യുമെന്റ് സെക്ഷനിലേക്ക് പോകുമ്പം അവിടെ ഒരു ഡോക്യുമെന്റ് കൂടെ അപ്ലോഡ് ചെയ്യാനുള്ളതായിട്ട് കാണിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് ഡോക്യുമെന്റ് സെക്ഷനിലേക്ക് പോകുമ്പം ഇവിടെ സർവീസ് പ്രൊവൈഡർ റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിലേക്ക് പോകുമ്പം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഡിക്ലറേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തിട്ട് സിഗ്നേച്ചർ ഇട്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം എല്ലാ ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ അപ്ലോഡഡ് ആയെന്ന് കാണിക്കും. എന്നിട്ട് നമ്മൾ ഹോം പേജിലേക്ക് പോയിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ പ്രിലിമിനറി റിവ്യൂ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും, യു ആർ അപ്ലൈയിങ് ഫോർ എ ഫീ ബേസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് കാണിക്കും. അത് അപ്ലൈ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ട് ഇവിടെ കാണിക്കും. അത് ഓക്കെ കൊടുക്കുക. നമ്മളിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സർവീസ് പ്രൊവൈഡർ ചെക്സ് യുവർ ആപ്ലിക്കേഷൻ ഫോർ കംപ്ലീറ്റ്നെസ് എന്ന് കാണിക്കും. എന്ന് വെച്ചാൽ കറന്റ് സ്റ്റേറ്റസ് അവർ ഓൾറെഡി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻസും താഴെ ഉണ്ട്. അപ്പൊ ഇതാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓൺലൈൻ പ്രോസസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ബൈ.